ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും കൂടെയുള്ള സെമി ഫൈനലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ലൈവ് മാച്ച് എങ്ങനെ മൊബൈലിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും ഒരുപോലെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം സാധാരണയായിട്ട് നമ്മൾ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കളി കാണാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ബ്രൗസറിൻ്റെ ഏതെങ്കിലും ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. അത് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ നമുക്ക് എങ്ങനെയാണ് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ നമുക്ക് നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള ബ്രൗസർ ഉപയോഗിച്ച് കാണാൻ പറ്റുന്നത് നോക്കാം. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബ്രൗസർ മോസില്ല ആയാലും ക്രോം ആയാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ലെനോ ടി വി ഒന്ന് ടൈപ്പ് ചെയ്യുക. ലെനോ ടി വി ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഒരു വെബ്സൈറ്റ് കാണാം. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഹൗ ടു വാച്ച് ദ 20 വേൾഡ് കപ്പ് 2026 എന്നുള്ളത് കാണാം. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിലിങ്ങനെ കുറേ ആഡുകൾ കാണിക്കും. ജസ്റ്റ് അതൊക്കെ ഒന്ന് പോസ് ചെയ്താൽ മതി. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്കാണ് ഏത് ഇതിലാണ് സ്ട്രീം ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. പിന്നെ പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റിൽ അവിടെയൊക്കെ സ്ട്രീം ചെയ്യുന്നതിൻ്റെ ലിങ്ക്സുകളാണ്. പക്ഷേ ഇതൊക്കെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടി കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു കാണാം ഹൗ ടു വാച്ച് എന്നുള്ള ഒരു ബാനർ കാണാം. ഈ ബാനറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ക്വാളിറ്റി അതേപോലെ തന്നെ മീഡിയം ക്വാളിറ്റി, ഹൈ Oh, just ക്വാളിറ്റി fall ആയിട്ട് for it. Coley, what about the നമുക്ക് way that കളി കാണാം. raced across the ജസ്റ്റ് ഇപ്പോൾ ground? നിലവിലുള്ള റിപ്പീറ്റേഷൻ അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കളി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ലിങ്കിൽ കയറിയാൽ മതി. അതുപോലെ തന്നെ ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലും ഒരുപോലെ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ അതിനൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. മൊബൈലിൽ എങ്ങനെയാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ മുഖേന കളി കാണുന്നതിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു.